ഇന്ത്യൻ കരസേനയുടെ അധിപനായിരുന്ന ജനറൽ മുകുന്ദ് നവരനെ, മറാഠിയാണ്. അപ്പം അദ്ദേഹത്തിന് മെമ്മയർ അതൊക്കെ ചേർത്തൊരു പുസ്തകം 2023 പെൻഗിൻ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തു. ഇത് അവൈലബിൾ ആയിരുന്നു, ആമസോണിൽ കിട്ടുമായിരുന്നു, ബുക്ക് സ്റ്റോറുകളിൽ വന്ന പുസ്തകമാണ് 2023. ഇത് ഇന്നും വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ കോപ്പി കിട്ടുന്നുണ്ട്. അതേപോലെ ഇത് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ബാക്കി പറയുന്നതൊക്കെ ചുമ്മാതെ. ഇന്ത്യയിലാണ് ഇത് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യക്കകത്ത് മാത്രമേ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പെൻഗിൻ എന്ന് പറയുന്നത്, പെൻഗിൻ ഇന്ത്യ എന്ന് പറഞ്ഞാലും പെൻഗിൻ ഇന്റർനാഷണൽ, അവർക്ക് ഇന്ത്യയിൽ ചിലപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ഗവൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് വേണം. പക്ഷേ അവർക്കത് വിദേശത്ത് പബ്ലിഷ് ചെയ്യാം. അതേപോലെ തന്നെ ഇന്ത്യയിൽ ചില യൂട്യൂബ് ചാനലിൽ മുടക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു സസ്പെൻഷൻ വന്നു, അതെന്നെ ഇന്ത്യയിൽ മാത്രമേ മുടക്കിയിട്ടുള്ളൂ, പക്ഷേ അത് വിദേശ രാജ്യങ്ങളിൽ അവൈലബിൾ ആയിരുന്നു. അതാണ് അതിൻ്റെ കൃത്യമായിട്ട് ക്ലാരിറ്റി പറയാം. ബാക്കിയൊക്കെ പറയുന്നത് ചുമ്മാ ഒരു കാര്യവും ബേസ് ഇല്ലാത്ത കാര്യങ്ങളാണ് ബാക്കി പറയുക. അതിനെപ്പറ്റിയൊന്നും, അതാണ് എൻ്റെ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പല ആൾക്കാരും, കാരണം ഇന്നത്തെ ഡിജിറ്റൽ ലോകമാണ്, ആൾക്കാർക്ക് ഇതിൻ്റെ സംഭവം കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പ്രധാനമന്ത്രി മോദി ഉൾപ്പെടുന്ന ഈ ഗുജറാത്ത് റൈറ്റിനെ പറ്റിയൊക്കെ BBC ചെയ്ത ആ ഡോക്യുമെൻ്ററി, അതിൻ്റെ എല്ലാ ക്ലിപ്പിങ്സും, മുഴുവൻ ക്ലിപ്പിങ്ങുമായിട്ട് വാട്സപ്പിലും മറ്റ് ടെലഗ്രാമിലും ഇതൊക്കെ അവൈലബിൾ ആണ്. ഈ സാധനങ്ങൾക്ക് ഇന്നും അവൈലബിൾ ആണ്. ഡിജിറ്റൽ ഒരു ലോകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തടയാൻ പറ്റത്തില്ല. അതാണ് ഡിജിറ്റലിൻ്റെ പ്രത്യേകത. കാരണം നിങ്ങൾക്ക് ഒരു പരിധി വരെ പറ്റൂ, ബാക്കിയൊന്നും നടക്കത്തില്ല. ബാക്കി ഇത് കിട്ടേണ്ടത് വായിക്കേണ്ടവർക്ക് ഇത് ഇഷ്ടം പോലെ കിട്ടും, ഇത് വായിക്കാൻ സാധിക്കും. ഈ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ആദ്യം ഈ സ്റ്റോറി പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം, ഞാനിത് പല ആൾക്കാരോട് സംസാരിക്കാൻ സമയമെടുത്തു, പല ആൾക്കാരും ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ കോണ്ടാക്ട്സ് ഉണ്ട്, അവരുമായിട്ട് ചോദിച്ചു, അവരും പറഞ്ഞു ഞങ്ങൾക്ക് സമയമെടുത്ത് അന്വേഷിച്ചിട്ട് പറയണം. കാരണം ആരും ഇത് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. 2023 ഇറങ്ങിയ സംഭവമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെപ്പറ്റി സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. മറ്റുള്ള നടപടിക്രമങ്ങളും നാടകങ്ങളും ഒക്കെ പിന്നീട് അത് മറ്റൊരു ഇഷ്യൂ ആയിട്ടങ്ങ് വളർത്തിയെടുത്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ബുക്കിൻ്റെ കണ്ടന്റും കാരവൺ മാഗസിൻ വന്ന എക്സൈറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജനറൽ മുകുന്ദ് നവരനെ ഈ പറയുന്ന ചില കാര്യങ്ങളുടെ അകത്ത് എനിക്ക് വിയോജിപ്പുണ്ട്. ഒരു ആർമി ചീഫ്, അദ്ദേഹത്തിന് വിവരം കിട്ടുന്നു, അതായത് ഇന്ത്യയുടെ കൈലാഷ് ഹിൽസിൻ്റെ ആ ഭാഗങ്ങളിൽ, ഈ ലഡാക്ക്, ഗാൽവൻ ആ ഇഷ്യൂ, ആ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ചൈനീസ് ആർമിയുടെ മൂവ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം ഏത് സമയത്താണ് ഇത് ഉണ്ടായത്, ഈ സ്റ്റാൻഡ് അപ്പ്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്, ജോ ബൈഡൻ അല്ല. അത് ആദ്യം രണ്ടാമത്തെ പാർട്ട്. ഈ കോവിഡിൻ്റെ ആ മൂവ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ, കോവിഡിൻ്റെ സംഭവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലോക രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് അമേരിക്കയും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയ്ക്കെതിരെ ഒരു തീരുമാനവും എടുത്തു. യൂറോപ്യൻ യൂണിയനിലും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും തീരുമാനമെടുത്തു, ചൈനയെ ഡീലിങ്ക് ചെയ്യുക, ചൈനയെ മാറ്റി നിർത്തുക. അതായത് മനസ്സിലാക്കുക, കോവിഡിന് മുമ്പേ ഈ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞ ശേഷം, കോവിഡിൻ്റെ ആ സമയത്ത്, കോവിഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയും അമേരിക്കയും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയുടെ എക്കോണമി, അവർ ഈ എക്കോണമി അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അതുമായിട്ട് ഡീലിങ്ക് ചെയ്യുക ചൈനയെ. ഇതാണ് അതിൻ്റെ അപ്പോൾ ഡീലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന അമേരിക്കയുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ അവരുടെ ഈ മാനുഫാക്ചറിങ് ഹബ്ബ്, അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അതൊക്കെ ഇന്ത്യയിലോട്ട് പോകാൻ. അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നിതിൻ ഗഡ്കരി അന്ന് ഇൻഡസ്ട്രീസിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പല ഇന്ത്യയിലെ CIE, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോചാം, ഇവരോടൊക്കെ പറയുന്നു ഈ ഒരു സന്ദർഭം മുതലെടുക്കണം. കാരണം അമേരിക്കൻ കമ്പനികൾ, യൂറോപ്യൻ കമ്പനികളും എല്ലാം അവിടുന്ന് വിടാൻ തയ്യാറായേക്കാണ് ഈ കോവിഡ് ഇഷ്യൂവിന് ശേഷം. കാരണം അവരുടെ സിറ്റിസൺസ് ഒത്തിരി ഈ ചൈനീസ് ഇൻവിസിബിൾ വൈറസ് എന്ന് തന്നെയാണ് അത് ഡൊണാൾഡ് ട്രംപ് ചൈനയെ പറ്റി പറഞ്ഞത്. അതുകൊണ്ട് അവരവിടുന്ന് വിടാൻ താല്പര്യമാണ്. അതായത് ഗ്ലോബൽ ട്രെൻഡാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടുന്ന് വിടുന്നു. അവർക്ക് അടുത്തൊരു രാജ്യം വേണം, അതായത് ഇന്ത്യയാണ് അവരുടെ പ്രൈമറി ആയിട്ട് കണ്ടത്.
പിന്നെ കംബോഡിയ കണ്ടു, അതിനുശേഷം പിന്നെ വിയറ്റ്നാം, അത് പിന്നെ പല കാരണങ്ങളും അതിൻ്റെ മറ്റ് പല ഇഷ്യൂസും ഒക്കെ ഉണ്ടായി. അതായത് ഇന്ത്യ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം അത് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ മൊബൈൽ മാനുഫാക്ചർ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഒക്കെ ഇന്ത്യയിലോട്ട് വരുന്നത്. നോയിഡയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലോട്ടൊക്കെ ഈ പറയുന്ന ഫോക്സ്കോൺ ആണെങ്കിലും മറ്റുള്ള മൂവ്മെൻറ്റുകളും നടക്കുന്ന ഒരു സമയത്താണ്. ആ ഒരു സമയത്താണ് ഈ സംഭവം ചൈനയിൽ ഉണ്ടാവുന്നത്. ചൈന ഇന്ത്യയുടെ മൂവ്മെൻറ്റിൻ്റെ ഇവിടെ കയറുന്നത്. അതാണ് അതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ട്. ഇക്കണോമിക്കലി ചൈന തകരുന്നു. അതായത് അവിടുന്ന് ഈ പറയുന്ന പവർ ഹൗസ് മാനുഫാക്ചറിങ് ഇന്ത്യയിലോട്ടും മറ്റു രാജ്യങ്ങളിലോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയാണ് അമേരിക്കയുടെ താല്പര്യം ഏറ്റവും കൂടുതലുള്ളത്. ആ സമയത്തൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പല ഗ്ലോബൽ രാജ്യങ്ങളിലും മൂവ് ചെയ്യുകയാണ്. മാക്സിമം ഇത് മുതലാക്കിയെടുക്കാൻ, അതായത് കിട്ടുന്ന സമയം മുതലാക്കിയെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെൻറ് വളരെ പ്രോആക്റ്റീവായിട്ട് മുമ്പിൽ നിന്നു. ഇതാണ് ആ ഒരു സമയത്തെ പറ്റി പറയുന്നത്. ഈ ഒരു മൂവ്മെൻറ്റിലാണ് ചൈന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ സംഭവം ഉണ്ടാവുന്നത്. ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല ഇന്ത്യ. കാരണം അതിന് തൊട്ട് മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ചെന്നൈയിൽ വരുന്നു. അവരുടെ മീറ്റിംഗ് നടക്കുന്നു, ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു. ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ കോവിഡ് വരുന്നു. ആ സന്ദർഭത്തിൽ ഈ മൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ കരസേന മേധാവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2 മണിക്കൂർ സമയമെടുത്തു. അതായത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും, ഇന്ത്യയുടെ CDS കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് ഉൾപ്പെടെയുള്ളവർ 2 മണിക്കൂറോളം അവർ നിശബ്ദമായിട്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം, അതായത് ജനറൽ മുകുന്ദ് നവരനെ, ഒരു വളരെ ജെന്റിൽമാനായിട്ടുള്ള ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് 4 സ്റ്റാർ ജനറൽ ആകാൻ സാധിക്കുന്നു. പക്ഷെ ഫൈനൽ മൂവ്മെൻറ്റിൽ അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് ഈ പറയുന്ന ജനറൽ അനിൽ ചൗഹാൻ 4 സ്റ്റാർ ജനറലായിട്ട് വരുന്നത്. അപ്പം അതുമായിട്ട് ഡെസ്റ്റിനിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ ആർമി ചീഫ് ഇങ്ങനൊരു മെസ്സേജ്, അതായത് അന്ന് ആ റീജിയൻ്റെ അകത്ത് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ജോഷി ഇന്ത്യൻ ആർമി ചീഫിനോട് ഇന്റലിജൻസ് ഇൻപുട്ടുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളും ഏകദേശം മീറ്ററുകൾ ദൂരെ മാത്രമേ ഉള്ളൂ ചൈനീസ് പട്ടാളം, ചൈനീസ് ടാങ്കും ഇന്ത്യൻ പട്ടാളവും നിൽക്കുന്ന ഭാഗം, എന്ത് തീരുമാനം എടുക്കും? ഉറപ്പായിട്ടും ഇന്ത്യക്ക്, അതായത് ഈ പറയുന്ന ഗ്ലോബൽ ബൈലാട്രിയൽ ടൈഅപ്പും റിലേഷൻഷിപ്പും വെക്കുന്ന, അതായത് ഇന്ത്യയുടെ എക്കോണമി ബാധകമാണ്, ഇന്ത്യയുടെ ജനങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി ബാധകമാണ്. പെട്ടെന്ന് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന പല അലയൻസ് രാജ്യങ്ങളുണ്ട്, അമേരിക്കയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഇവരോടൊക്കെ ഒരു ടെലിഫോണിക് സംഭാഷണവും നടത്തിയിരിക്കണം പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ. അത് ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും ഫാൽഗാമിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നായിപ്പോയി. പക്ഷെ ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സമയമെടുത്തു 2 മണിക്കൂർ. ഈ പറയുന്ന അമേരിക്കയെ ബ്രീഫ് ചെയ്തു, പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളെ ബ്രീഫ് ചെയ്തു. കാരണം ചൈന പ്രകോപനപരമായിട്ട് കയറി വന്നാണ് ഇന്ത്യയെ തളർത്തുക. അതായത് ബോർഡർ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക, ബോർഡർ സ്ട്രഗിൾ ഉണ്ടാക്കുക. പ്രകോപനം തന്നെയായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ പറയുന്നതെന്നല്ല, പ്രകോപനം തന്നെയായിരുന്നു ഈ ഗാൽവൻ ഈ സെക്ടറിൽ, ലഡാക്ക് ഈ സെക്ടറിലൊക്കെ അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അതിന് നമ്മൾ മറ്റൊരു രീതിയിൽ പറയും, എന്തുകൊണ്ട് ഇന്ത്യ ഇത് തിരിച്ചടിയുടെ അല്ല, ഒരു തിരിച്ചടിയും അടിയും വെടിയും അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇവിടുത്തെ ഇഷ്യൂ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോകുന്നതിന് ഈ പറയുന്ന പല മൾട്ടിപ്പിൾ ഇഷ്യൂ ഉണ്ട്. കോവിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഡീലിങ്കിങ് ഇഷ്യൂ ഉണ്ട്, ഇന്ത്യയുടെ ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ട്, ഗ്ലോബലായിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ വരുന്നു. അതിനെ എങ്ങനെ തടയിടാൻ സാധിക്കും? ഇവിടെയാണ് ചൈന ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്, ചൈന എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു കാരണവശാലും ഇന്ത്യക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പോയി കെട്ടിപ്പിടിച്ചും പ്രശ്നമുണ്ട് അതൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഞാൻ പറഞ്ഞു, ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയുള്ള രാജ്യം. അവർ പ്രോക്സിയായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കും, ചൈനയെ ഉപയോഗിക്കും, നേപ്പാളിനെ ഉപയോഗിക്കും, മോൾഡീവ്സിനെ ഉപയോഗിക്കും. അതാണ് ഒരു രാജ്യം ഗ്രോ ചെയ്യുമ്പോൾ, അതായത് പൊട്ടൻഷ്യലി ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ പലതും നോക്കണം. ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ തളർത്താനോ അട്ടിക്കാനോ ഒതുക്കാനും ഏത് രീതി
എല്ലാ രീതിയിലും ശ്രമിക്കും. കാരണം ഇന്ത്യയുടെ കൂടെ ബാക്കപ്പായിട്ട് അമേരിക്കയും പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും കൂടെ നിൽക്കുകയാണ്. കാരണം ഇന്ത്യയുടെ മോദി ഡിപ്ലോമസി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അത് ഈ കഴിഞ്ഞിടയ്ക്കാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന ഫാൽഗാം ഇഷ്യൂവിന് ശേഷമാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടായത്. അതിനു മുമ്പ് സൂപ്പർ ഡൂപ്പർ ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും. അതിൻ്റെ പേരിൽ തന്നെയാണ് വിശ്വഗുരു എന്നുള്ള പേരിലോട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി പോകാനുണ്ടായ കാരണം ഗ്ലോബൽ ആക്സെപ്റ്റൻസ്. ഇനി ഞാൻ ഈ കാര്യത്തിലോട്ട് വരാം. ഇന്ത്യ അവിടെ പെട്ടെന്ന്, അതായത് 2 മണിക്കൂറിന് ശേഷം ഇന്ത്യയോട് അമേരിക്ക ഇടപെട്ടു. അമേരിക്ക പറഞ്ഞു, സമയം എടുത്തിട്ട് തന്നെ പറഞ്ഞു, തീരുമാനം വളരെ ആലോചിച്ചെടുക്കണം. കാരണം നിങ്ങൾ തിരിച്ചടിക്കാൻ പോകുകഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ കോവിഡുമായിട്ട് എൻഗേജ്ഡാണ്. അവരുടെ പല വിമാനവാഹിനി കപ്പലും അതേപോലെ തന്നെ വലിയ മൂവ്മെന്റ്, അതിനകത്ത് തന്നെ ആ ഷിപ്പ്, ഈ പറയുന്ന വാർഷിപ്പുകൾ വരെ അമേരിക്കൻ സൈനികരുടെ ഇടയ്ക്ക് വരെ കോവിഡ് ഭയങ്കരമായിട്ട് കയറി വന്നു. ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് ഇൻഡോ പസഫിക്കിലും ആ റീജിയനിലോട്ട് ആ സമയത്ത് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ചൈന ആ സമയത്ത് തായ്വാൻ ഇഷ്യൂമായിട്ടൊക്കെ ഒന്ന് ചൂട് പിടിച്ച് നിൽക്കുന്ന സമയം കൂടാണ്. ഇതൊക്കെ നമ്മൾ ക്ലബ് ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് 2 മണിക്കൂർ എടുത്ത അവസാനം ഇന്ത്യ ഗവൺമെൻറ് തന്നെ, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുള്ള മോദി ഗവൺമെൻറ് സീനിയർ മിനിസ്റ്റേഴ്സും CDS ആണെങ്കിലും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞ് ഇന്ത്യയുടെ അന്നത്തെ ആർമി ചീഫിന് താങ്കൾക്ക് എന്താണ് ഉചിതം ആ തീരുമാനം എടുക്കാം. അല്ലാതെ അവിടുത്തെ അറ്റാക്ക് ചെയ്യണം, ഫയർ ചെയ്യണം, വെടിവെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഫുൾ ഫ്ലഡ്ജോട്ട് വാറങ്ങി മാറും. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, നമുക്കൊരിക്കലും ചൈനയോട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത്. പാകിസ്ഥാനൊന്നുമല്ല ചൈന എന്ന് പറഞ്ഞ രാജ്യം കഴിഞ്ഞ 30 വർഷം കൊണ്ട് കൈവരിച്ചിരിക്കുന്നത് അവരുടെ എക്കോണമിയിൽ മാത്രമല്ല, നമ്മളെക്കാൾ 5 സൈസ് മുകളിലാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ടെക്നോളജി വൈസ് അവർ അമേരിക്കയോട് അത്രയും കിടപിടിക്കുന്ന രാജ്യമാണ്. ടെക്നോളജി വൈസ്, എക്യുപ്മെന്റ്സ് വൈസിലാണെങ്കിൽ അവരിന്നും 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാ രീതിയിലും അവരുടെ മിസൈൽ സിസ്റ്റം ആണെങ്കിലും, അവരുടെ ലേസർ സിസ്റ്റം ആണെങ്കിലും, അവരുടെ മറ്റു പലതും, അതായത് ഹ്യൂമനോയിഡ്, അത് ആളുകളല്ല, ഇത് കാവൽക്കാരായിട്ട് പട്ടാളക്കാർ നിൽക്കുന്നത്, അതായത് റോബോട്ടിക്, റോബോട്ടിക്കാണ്. അതുവരെ അവർ ഇന്ത്യ ചൈന ബോർഡറിൽ ഇപ്പോഴത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. വെൽ അഡ്വാൻറ്റേജ്ഡ് ആണ്. ഇന്ത്യയുടെ ഏകദേശം 3800 കിലോമീറ്റർ ബോർഡറാണ് ഇന്തോ ചൈന. നിങ്ങൾക്കറിയാം 1962 അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ പറ്റി ഏറ്റവും വലിയ ഫ്ലോപ്പ് ചൈനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ജനറൽ തിമ്മയ്യ, അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആർമി ചീഫ്. അദ്ദേഹം നെഹ്റുവായിട്ട് ഉടക്കായി. തിമ്മയ്യ ഒരിക്കലും പറഞ്ഞില്ല ഇന്ത്യ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു, ചൈനയായിട്ട് കടപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന് സൂപ്പർ സീഡ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൃഷ്ണമേനോനും അന്ന് ഡിഫൻസ് മിനിസ്റ്റർ ചൈനയ്ക്കെതിരെ പോയി. ഇന്ത്യക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്, വലിയ നഷ്ടം. ഇന്നും ഏകദേശം 4800 സ്ക്വയർ കിലോമീറ്റർ ചൈനയുടെ അക്കാസായ് എന്ന് പറഞ്ഞ സ്ഥിതി, അരുണാചലിൻ്റെ ചില ഭാഗങ്ങളും ഈ പറയുന്ന ഭൂട്ടാൻ ഇന്ത്യ ബോർഡറും പലതും അവരുടെ കയ്യിൽ. അതായത് മനസ്സിലാക്കുക, അതിനകത്ത് ഞാൻ മോദി ഗവൺമെന്റിന്റെ ഈ കാര്യത്തിൽ അത് ടോക്സി കൂടെ പരിഹരിക്കണം, ആ രീതിയിൽ പോകണം. അത് ഡിസെൻഗേജ്മെന്റ് വരെ കൊണ്ടിച്ച്. കാരണം ഇന്ത്യ അതിൻ്റെ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പറയുന്ന പോലൊന്നും അല്ല. നമ്മൾ അത്രമാത്രം പ്രാപ്തമായ ചൈനയ്ക്കെതിരെ കടപിടിക്കുന്നൊരു സൈന്യമല്ല ഇന്ത്യയുടേത് പലതിലും. കാരണം അവരുടെ ഈ പറയുന്ന ചൈനീസ് വെൽ ട്രെയിൻഡ് ആണ്, അതിനേക്കുള്ളത് എക്യുപ്മെന്റ്സ് ഫാർ അഡ്വാൻസ്ഡ് ആണ്. കാരണം ഇതൊക്കെ അവിടെ ഉണ്ടാക്കുന്നത്, നമുക്കിത് പുറത്തുനിന്ന് വരണം പലത്. ഈ പറയുന്ന ഒരു ഗ്ലോബൽ സപ്പോർട്ട്, അതായത് അന്നത്തെ ഒരു സമയത്ത് അമേരിക്കയുടെ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ പറയുന്ന സപ്പോർട്ട്, കാരണം കോവിഡ് സമയമാണ് നമ്മൾക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അതിനുശേഷം ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനൊക്കെ ശേഷം അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോയപ്പോൾ, ഇപ്പം ട്രംപ് ഈ പറയുന്ന ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ട്രംപ് നരേന്ദ്രമോദിയോട് അങ്ങോട്ട് ചോദിച്ചു. ട്രംപ് ഓൺ റെക്കോർഡിൽ പറയുന്നതാണ്. അപ്പം അദ്ദേഹം വളരെ മൂകനായിട്ടിരിക്കുന്നു ഈ ചൈനയുമായിട്ടുള്ള ഇഷ്യൂവിൽ.
ട്രംപ് ചോദിച്ച് ചൈനയുമായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്തിട്ട് ഇഷ്യൂസ്. അന്ന് മോദി ട്രംപിനോട് പറഞ്ഞത് ഇന്ത്യ ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഏതൊരു രാജ്യത്തിൻ്റെ തേർഡ് പാർട്ടി മീഡിയേഷന് താല്പര്യമില്ല. ഇതൊക്കെ ഓൺ റെക്കോർഡാണ്. സംഭവം ട്രംപിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് ഇത് വന്നത്. പക്ഷെ അങ്ങനൊരു സന്ദർഭമായിരുന്നു. പിന്നീട് മനസ്സിലാക്കുക ഈ ഒരു മൂവ്മെൻറ്റും അതേപോലെ ഓപ്പറേഷൻ സിന്ദൂറും ചൈനയ്ക്ക് കിട്ടിയ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് പഠിക്കേണ്ട പാഠം. അല്ലാതെ ആ സമയത്ത് ഇന്ത്യ ചൈനയുമായിട്ട് അടിയുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നഷ്ടം ഉറപ്പായിട്ട് രണ്ട് രാജ്യത്തിന് നഷ്ടം സംഭവിക്കും. പക്ഷെ കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് ഇന്ത്യക്കായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അതേപോലെ ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിലും വളരെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്ത് പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യേണ്ട, സമയമെടുത്ത് റിയാക്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞ ആർമി ചീഫിനോട് അതിന് ഉചിതമായ തീരുമാനമെടുക്കുക. ഇതാണ് അതിൻ്റെ കാര്യം. ഈ നവരേനയുടെ അതുമായിട്ട് ഞാൻ വിയോജിക്കുന്നത്. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ നവരേനയോട് യോജിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയുന്ന അഗ്നിവീറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു ഹൈ പവർ ടീമിനെയൊക്കെ നിയോഗിച്ചിട്ട്, അപ്പം അവർ പറഞ്ഞത് ഓരോ പട്ടാളക്കാർ അഗ്നിവീറിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 20,000 രൂപ. 20,000 എന്ന് പറഞ്ഞാൽ ഒരു കൂലി, ലേബറിൻ്റെ കൂലി പോലെ ഒരു മാസം. അപ്പം അത് ആർമി ചീഫും എല്ലാവരും ഭയങ്കരമായിട്ട് ഗവൺമെൻറ്റിനെ എതിർത്തു. അപ്പം അതിനുശേഷമാണ് അവരുടെ ശമ്പളം കൂട്ടാനും മറ്റുള്ള പാക്കേജുകളും ഒക്കെ പിന്നീട് വരുന്നത് അഗ്നിവീറിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് നവരേനെ എടുത്ത സ്റ്റാൻഡ് വളരെ കറക്റ്റാണ്. ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി എടുത്തത്. ഒന്നാമത്തെ പാർട്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്ത തീരുമാനമായിരുന്നു കറക്റ്റ്. കാരണം വാർ തുടങ്ങിക്കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇത് നിൽക്കാനാണ് പ്രയാസം. പിന്നെ അത് നമ്മൾ റഷ്യയും ഉക്രൈനുമായിട്ട് വാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വലിയ പാടാണ്. അതായത് അൾട്ടിമേറ്റ്ലി കൂടുതൽ ഡീപ്പായിട്ട് വാർ പോകുന്നവർ, പ്രത്യേകിച്ച് ചൈന എന്ന് പറഞ്ഞ രാജ്യമായിട്ട് അവർക്ക് സപ്പോർട്ടായിട്ട് ഒരു ഭാഗത്ത് പാകിസ്ഥാനും കൂടി നിൽക്കുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാകുക എല്ലാ രീതിയിലും. അതായത് നമുക്ക് ചൈനയുമായിട്ട് കിടപിടിക്കാൻ ഒരു സമയം വരും. അന്ന് മാത്രമേ നമുക്ക് ചൈനയുമായിട്ട് ഒരു വാറിനുള്ള പ്രിപ്പറേഷനെ പറ്റി ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ ഒരു ചൈന എന്ന് പറയുന്നത്, ഞാൻ പറയും, ഗ്ലോബലി അവർ വലിയ പവറാണ്. അവരുടെ മിലിറ്ററി മൈറ്റി ചൈനീസ് എന്ന് പറയുന്ന കഴിഞ്ഞിടയ്ക്ക് അവർ പരേഡ് നടത്തിയപ്പോൾ കാണിച്ചു തന്നു. അതിൻ്റെ മുമ്പിൽ അമേരിക്കൻ വെപ്പൺസ് പോലും ഒന്നുമല്ല. അതുകൊണ്ടാണ് അമേരിക്ക തൈവാൻ, ജപ്പാൻ ആ ഇഷ്യൂ ഒക്കെ പിടിച്ചുകൊണ്ട് വലിയൊരു രീതിയിലോട്ട് അതിനെ കൊണ്ടുപോയി ചൈനയെ തകർക്കുവാൻ വേണ്ടി പല രീതിയിൽ തകർക്കുവാൻ ശ്രമിക്കുന്നത്. ഉറപ്പായിട്ടും ഈ ചൈനയെ ഈ പറയുന്ന തായ്വാനും ജപ്പാനും കൊറിയയും ഇതൊക്കെയായിട്ട് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. 2026 തന്നെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റത്തില്ല. അതോടുകൂടി ഒരു വേൾഡ് വാർ തന്നെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ചൈന അതേപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇന്നത്തെ ഒരു അവസരത്തിൽ ചൈനയെ ചലഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വളരെ വിവേകമുള്ള തീരുമാനമാണ് അന്നെടുത്തത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ നവരേനോട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ടോക്സ് എല്ലാം കഴിഞ്ഞു, സംഭവം കഴിഞ്ഞ് പറഞ്ഞു, ഇന്ത്യൻ ആർമി ചീഫിനോട് പറഞ്ഞു കൃത്യമായ നടപടിയെടുക്കുക. ഏകദേശം 20ഓളം ഇന്ത്യൻ പട്ടാളക്കാരാണ് അവിടെ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് വേണ്ടി നഷ്ടപ്പെട്ടത്. ചൈനീസ് ഭാഗത്ത് 4ഓളം പേരാണ് അവർ ഔദ്യോഗികമായിട്ട് പറയാൻ യഥാർത്ഥ കണക്കുകളൊന്നും അറിയില്ല. കാരണം എല്ലായിടത്തും നെറേറ്റീവ്സ് കയറി അടിക്കുകയാണ്. ഇതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി ഗവൺമെൻറ് ചെയ്തതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള പാർട്ട്.